എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കടന്നാലോ? യെസ്, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ്, ഇന്നത്തെ ചേരുവകൾ നോക്കിയാലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് അഡോളസെൻ്റ് സൈക്കോളജി സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിങ്ങിനും അതുപോലെ തന്നെ MCQ ആണ്. തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഷോർട്ട് ടൈം മെമ്മറി ലാസ്റ്റ് അബൌട്ട്. ഓപ്ഷൻസ് ആർ 0 to 10 seconds, 10 to 20 seconds, 20 to 30 seconds, none of the above. Short term memory lasts about, the answer is 20 to 30 seconds. ഇപ്പോൾ ഷോർട്ട് ടൈം മെമ്മറിയുടെ ലൈഫ് സ്പാൻ പറയുകയാണെങ്കിൽ 20 മുതൽ 30 സെക്കൻഡ് വരെയാണ് നിൽക്കുക. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ചിൽഡ്രൻസ് നോളജ് അബൌട്ട് മെമ്മറി പ്രോസസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് ആർ മെറ്റാ മെമ്മറി, ലേണിംഗ്, ഫീലിംഗ് ആൻഡ് ഇമാജിനേഷൻ. ചോദ്യം ഒന്നുകൂടി വായിക്കാം. ചിൽഡ്രൻസ് നോളജ് അബൌട്ട് മെമ്മറി പ്രോസസ്സസ് ഈസ് കോൾഡ്. Options are meta memory, learning, feeling and imagination. And the answer is meta memory. Next, the third one. In which type of memory the materials are stored for lateral retrieval? The question is, in which type of memory the materials are stored for lateral retrieval? Options are rote memory, sensory memory, short term memory and long term memory. ആൻഡ് ദ ആൻസർ ഈസ് ലോങ് ടേം മെമ്മറി. ഇപ്പോൾ മെമ്മറിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കുറേ അധികം മെമ്മറി പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഷോർട്ട് ടൈം മെമ്മറി പഠിച്ചിട്ടുണ്ട്, ലോങ് ടേം മെമ്മറി പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് മെമ്മറി തന്നെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, സെമാൻറ്റിക് ആൻഡ് എപ്പിസോഡിക്. പിന്നെ പ്രൊസീജിയറൽ മെമ്മറി പറയുന്നുണ്ട്, ഇംപ്ലിസിറ്റ് മെമ്മറി പറയുന്നുണ്ട്. ഇവിടെ ചോദ്യം പറയുകയാണെങ്കിൽ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഫോർ ലാറ്ററൽ റിട്രീവൽ ആണ്. അപ്പോൾ അതിന് വരുന്നത് ലോങ് ടേം മെമ്മറിയാണ് വരിക. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ഈസ്. ഓപ്ഷൻസ് ആർ വെരിഫിക്കേഷൻ, ഇവാലുവേഷൻ, ഇൻക്യുബേഷൻ, പ്രിപ്പറേഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ അവിടെ ഡൈവേർജൻ തിങ്കിങ് ആണ് നടക്കുന്നത്. കൺവേർജൻ തിങ്കിങ്ങും ഉണ്ട്, ഡൈവേർജൻ തിങ്കിങ്ങും ഉണ്ട്. ക്രിയേറ്റീവ് തിങ്കിങ് പറയുമ്പോൾ ഡൈവേർജൻ തിങ്കിങ് ആയിരിക്കും. അതിൻ്റെ സ്റ്റേജസ് ആണ് ചോദിക്കുന്നത്. ലാസ്റ്റത്തെ സ്റ്റേജ് എങ്ങനെയൊക്കെയാണ്? സ്റ്റേജ് പറയുകയാണെങ്കിൽ പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇവാലുവേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. വെരിഫിക്കേഷൻ ആണ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ദ ആൻസർ ഈസ് വെരിഫിക്കേഷൻ. ആൻഡ് ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഈസ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് ആർ ടു മെയിൻ ഫോംസ് ഓഫ്. ഓപ്ഷൻസ് ആർ ഓട്ടിസ്റ്റിക് തിങ്കിങ്, ഡയറക്റ്റഡ് തിങ്കിങ്, ഇമേജ് ആൻഡ് റിയലിസ്റ്റിക് തിങ്കിങ്. ആൻഡ് ദ ആൻസർ ഈസ് റിയലിസ്റ്റിക് തിങ്കിങ്. റിയലിസ്റ്റിക് തിങ്കിങ് ആണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ. And the next one, the sixth question. Mental trial and error is otherwise known as. Options are perception, learning, thinking and sensation. ഇപ്പോൾ ഇതിൽ ലേണിംഗ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. റിട്രീവൽ, സ്റ്റോറൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പെർസെപ്ഷൻ ആൻഡ് സെൻസേഷൻ എന്താണ്? പെർസെപ്ഷൻ പറയുകയാണെങ്കിൽ പെർസെപ്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ബ്രെയിൻ സെലക്ട്സ്, ഓർഗനൈസസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ദീസ് സെൻസേഷൻ. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് സെൻസേഷൻ? Is input about the physical world obtained by our sensory receptors. And the answer is thinking. Mental trial and error is otherwise known as thinking. And the seventh one is learning, retention, recall and recognition are said to constitute. Options are intelligence, memory, intuition, imagination. And the answer is memory. ഇതിൽ ലേണിംഗ്, റിട്ടൻഷൻ, റീകോൾ ആൻഡ് റെക്കഗ്നേഷൻ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും. ദാറ്റ് ഈസ് വെസ്റ്റ് ടു മെമ്മറി, ഓർമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ആൻഡ് ദ എയ്ത്ത് വൺ, ഷോർട്ട് ടേം റിമെമ്പറിംഗ് ഈസ് ബേസ്ഡ് ഓൺ. ഓപ്ഷൻസ് ആർ എപ്പിസോഡിക് മെമ്മറി, ആക്ടിവിറ്റി ട്രേസസ്, സെമാൻറ്റിക് മെമ്മറി ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ്. ആൻഡ് ദ ആൻസർ ഈസ് ആക്ടിവിറ്റി ട്രേസസ്. ഷോർട്ട് ടേം റിമെമ്പറിംഗ് ഈസ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റി ട്രേസസ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് നയൻത്ത് വൺ. Wordsworth always considered disuse or absence of practice or rehearsal as a prerequisite of. Options are forgetting, memory, learning, reminiscence. And the answer is forgetting. ഇപ്പോൾ ചോദ്യം ഒന്നും പറയാം.
വുഡ്സ്വർത്ത് ഓൾവേസ് കൺസിഡർ ഡിസ്യൂസ് ഓർ ആബ്സെൻസ് ഓഫ് പ്രാക്ടീസ് ഓർ റിഹേഴ്സൽ ആസ് എ പ്രീറിക്വിസിറ്റ് ഓഫ് സംതിങ് ഇസ് മിസ്സിംഗ്. ആ മിസ്സിംഗ് ആണ് അവിടെ ആൻസറായി വരുന്നത്. ദാറ്റ് ഈസ് ഫോർഗെറ്റിംഗ്. The 10th one is mnemonic means something that is related to. Options are learning, memory, perception and meaning. And the answer is memory. നമുക്കറിയാം ന്യൂമോണിക് ടെക്നിക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോഡ് ലാംഗ്വേജ്. എങ്ങനെ കോഡ് ലാംഗ്വേജ് വയ്ക്കാം? ഇപ്പോൾ ഗ്യാഗനേസ് ഹൈറാർക്കി തിയറി നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മളെന്താ പറയുക? ചെയ്ത് ചാടിയോ മരത്തിൽ കയറി പൂ പറിക്കാം. നമുക്കതിന് വേണമെങ്കിൽ ഒരു കോഡ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർത്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു സ്പെല്ലിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാം, റൈമിംഗ് ടെക്നിക്ക് ഉപയോഗിക്കാം, സോങ് ടെക്നിക്ക് ഉപയോഗിക്കാം, വിഷ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാം. ഇങ്ങനെ ഓരോ ടെക്നിക്കുകൾ കൂടി നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. വലിയ കാര്യങ്ങളെ ചെറുതാക്കി പഠിക്കുമ്പോൾ അത് മറന്നു പോകാതെ ഓർത്തെടുക്കാൻ സാധിക്കും. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ന്യൂമോണിക് മീൻസ് സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മെമ്മറി. ആൻഡ് ദ 11th one is to avoid forgetting we should overlearn the material by. Options are 150%, 75%, 30% and 45%. And the answer is 150%. To avoid forgetting, we should overlearn the material. If you want to know something more or we want to learn more, we should implement 150%. Okay, 150% കൊണ്ടുവന്ന we can avoid forgetting. And the 12th one is which type of memory has a biographical reference? Options are semantic memory, iconic memory, episodic memory and levels of processing. ഇതിൽ നമ്മൾ ഓപ്ഷൻസിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. MCQ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എങ്ങനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇത് എലിമിനേഷൻ പ്രോസസ്സ് നോക്കുമ്പോൾ നമുക്കറിയാം സെമാൻറ്റിക്കും ഐക്കോണിക് ലെവൽസും അല്ല. എപ്പിസോഡിക് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബയോഗ്രഫിക്കൽ റെഫറൻസ് വരുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് എപ്പിസോഡിക് മെമ്മറി. And the 13th one is when you expand your ideas and add many details to a project, you are using. Options are elaboration, fluency, originality and flexibility. ഇവിടെയും പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ എക്സ്പാൻഡ് യുവർ ഐഡിയാസ് ആൻഡ് ആഡ് മെനി ഡീറ്റെയിൽസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ദ ആൻസർ ഈസ് ഇലാബറേഷൻ. ദ 14th one is logical thinkers most likely. Options are left brain dominate or right brain dominate, use both sides of their brain and have no brains. നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ബ്രെയിൻ രണ്ടായി തരംതിരിക്കാം, ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ. ഇപ്പോൾ ഓരോന്നിനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് ആകുമ്പോൾ അനലിറ്റിക്കൽ, മെത്തോഡിക്കൽ എന്നൊക്കെ വരുന്നുണ്ട്. എന്നാൽ റൈറ്റ് ബ്രെയിൻ ആകുമ്പോൾ ഇവിടെ ക്രിയേറ്റീവ് ഓർ ആർട്ടിസ്റ്റിക് ആണ്. ഓക്കെ, ഇത് രണ്ടും ഉണ്ടാവണം നല്ലതാണ്. നമുക്ക് ഏതിലൊന്ന് കുറവാണെങ്കിൽ വി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഓർ വി ഹാവ് ടു പ്രാക്ടീസ് ഫോർ എൻഹാൻസിങ് അവർ സ്കിൽ ഇൻ ദ പർട്ടിക്കുലർ ബ്രെയിൻ. ലോജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് ബ്രെയിൻ ആയിരിക്കും ഉണ്ടാവുക? ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനേറ്റ്. അവർക്ക് ലെഫ്റ്റ് ബ്രെയിൻ കുറച്ചുകൂടി ഒരു എൻഹാൻസ് ഉണ്ടാവും, ഡോമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക അവരുടെ ബ്രെയിനിൽ. ആൻഡ് ദ 15th one is using the Atkinson-Shiffrin memory model, which process forms a long-term memory from short-term memory. Question ഒന്നുകൂടി വായിക്കാം. Using the Atkinson-Shiffrin memory model, which process forms a long-term memory from short-term memory? Options are selective attention, recalling, storage and encoding. And the answer is encoding. ഇപ്പോൾ മെമ്മറി മോഡൽ പഠിച്ചു വയ്ക്കുക, പ്രത്യേകിച്ച് Atkinson-Shiffrin memory model. And here forms the LTM, that is long-term memory from short-term memory. Encoding ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോളസെന്റ് സൈക്കോളജി വിഭാഗത്തിലെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള തിയറീസ് ഓഫ് ലേണിങ്ങിലത്തെ 15 MCQ ആണ്. 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.